ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 4th ചാപ്റ്ററാണ് ഇന്ന്. ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതോടുകൂടി തീർന്നു. നോക്കാം, ഇത് പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്, ബട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചില്ലേ? പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, അതായത് നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡാറ്റ കളക്ട് ചെയ്തു. ഫസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഡാറ്റ എന്താണ്, സിംഗുലർ, പ്ലൂരൽ, പിന്നെ ഇപ്പോൾ സിംഗുലർ നൗൺ, പ്ലൂരൽ നൗൺ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെറിറ്റ്സ്, ഇമ്പോർട്ടൻസ്, ഡിമെറിറ്റ്സ്, അതെല്ലാം കഴിഞ്ഞിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ എങ്ങനെയാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യാമെന്ന് പഠിച്ചു. പ്രൈമറി, സെക്കൻഡറി, സെൻസസ് മെത്തേഡ്, സാമ്പിൾ. തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് കളക്ട് ചെയ്ത ഡാറ്റ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, എത്ര ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ പഠിച്ചു, സീരീസ് പഠിച്ചു, ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്, ക്ലാസിഫിക്കേഷൻ പഠിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ അറേഞ്ച്മെൻറ്റ് പഠിച്ചു. സിംഗിൾ അരയായിട്ട്, ഫ്രീക്വൻസി അര, റിപ്പീറ്റഡ്ലി വരുന്നത്, പിന്നെ കണ്ടിന്യൂസ് ക്ലാസ്സസ് ആയിട്ട്. കണ്ടിന്യൂസ് ക്ലാസ്സസിന് തന്നെ വരുമ്പോൾ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ്, ആൻഡ് ഹൗ ടു കൺവേർട്ട് ഇൻക്ലൂസീവ് ക്ലാസ്സസ് ഇൻ ടു എൻ എക്സ്ക്ലൂസീവ് ക്ലാസ്. പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുമ്പോൾ ടാലി മാർക്ക് ഇട്ടിട്ട് എങ്ങനെ ചെയ്യാം. ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. നമ്മൾ 100 ഡാറ്റ അടങ്ങിയൊരു ടേബിളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക്. അപ്പോഴതിൽ കണ്ടിന്യൂസ് ക്ലാസ്സസ് ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്ലാസ് ഇൻ്റർവെൽ പഠിച്ചു, ക്ലാസ്സസ് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്, മിഡ് പോയിൻറ്റ്, പിന്നെ റേഞ്ച് അല്ലെ, ഹയസ്റ്റ് വാല്യൂ മൈനസ് അല്ലെ ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ, ഇതൊക്കെ പഠിച്ചു. എല്ലാം ഓർമ്മയുണ്ടല്ലോ. പിന്നെ ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ലാസ്റ്റിൽ അതാ പറഞ്ഞത്. ഫ്രീക്വൻസി വേരിയബിൾ വിത്ത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 2 വേരിയബിൾ, എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയാണ്. ഡാറ്റയിൽ ഈ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ, അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡാറ്റ എങ്ങനെ എത്രയും ഭംഗിയായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന്. ഡാറ്റ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ പറയാം. ഒന്നാമത്തേത് നമുക്ക് വെർബലായിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ നാട്ടിലെ ഈ ഒരു 5 വർഷത്തെ കോക്കനട്ട് പ്രൊഡക്ഷൻ, തേങ്ങയുടെ ഉൽപ്പാദനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ കേരള സംസ്ഥാനത്ത് ലാസ്റ്റ് 5 ഇയേഴ്സ് തേങ്ങ എങ്ങനെയാണ് ഉൽപ്പാദനം. അപ്പോൾ നമുക്ക് പറയാം 2016 ഇത്ര ക്വിൻ്റൽ തേങ്ങ ഉൽപ്പാദിപ്പിച്ചു, 17 ഇത്രയാണ്, 18 ഇത്രയാണ്, 19 ഇത്ര, 20 ഇത്ര, 21 ഇത്രയാണ്. സെൻറ്റൻസ് ആയിട്ട് നമുക്ക് പറയാം അല്ലേ? അതൊരു പ്രസൻറ്റേഷനാണ്. ആ പറയുന്നത് സെൻറ്റൻസായി എഴുതി വെക്കാം. ദാറ്റ് ഈസ് വെർബൽ പ്രസൻറ്റേഷൻ. ഓക്കെ, വേറെ ഒന്ന് എന്ത് പറയാം, നമുക്ക് കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ കേരള എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ടൊരു ടേബിൾ വരയ്ക്കാം അല്ലേ? ഒരു ടേബിൾ വരച്ചിട്ട് എന്ത് എഴുതാം? എക്സാമ്പിൾ, ആ ടേബിൾ എങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇപ്പോൾ കോക്കനട്ട് പ്രൊഡക്ഷൻ, കോക്കനട്ട് പ്രൊഡക്ഷന് കോക്കനട്ട് പ്രൊഡക്ഷൻ ഒരു ടേബിളിന് നമ്മൾ ടൈറ്റിൽ കൊടുത്തു. ഒരു ടേബിളിൻ്റെ ടൈറ്റിലാണ്. അതിൻ്റെ താഴെ നമ്മൾ ഇവിടെ കൊടുക്കും, നമ്മൾ ഇയർ ഇവിടെ കൊടുക്കുന്നു. പിന്നെയോ പ്രൊഡക്ഷൻ, എത്ര ഉൽപ്പാദിപ്പിച്ചു, അതിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കുന്നത് എങ്ങനെ? 2016 എത്ര, സപ്പോസ് 200 ക്വിൻ്റൽ, ഒരു എക്സാമ്പിളാണ്. 2017 എത്ര, അങ്ങനെ ഇങ്ങനെ വന്ന് 2021 എത്ര തേങ്ങ, 2018 എത്ര, 2019, 2020, ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? അപ്പോൾ ഈ ടേബിൾ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? അതായത് കഴിഞ്ഞ ലാസ്റ്റ് 5 ഇയേഴ്സ് കേരളത്തിലുള്ള കോക്കനട്ട് തേങ്ങ ഉൽപ്പാദനം എത്രയാണ്. ഈ ടേബിൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് ജസ്റ്റ് കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ കേരള ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പറഞ്ഞുകൊണ്ട് ഇതിന് പറയും നമ്മൾ ടാബുലർ പ്രസൻറ്റേഷൻ. അതായത് ഡാറ്റ ടേബിളിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് പറയാം ടാബുലർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്താ ഒരു വഴി? ഡയഗ്രമാറ്റിക്കലി നമുക്ക് പ്രസൻറ്റ് ചെയ്യാം, ഗ്രാഫിക്കലി നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അവിടെയാണ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് പറയാം ജിയോമെട്രിക് മെത്തേഡോ ഗ്രാഫിക്കൽ മെത്തേഡ് എന്നൊക്കെ നമുക്ക് പറയാം. ചിത്രത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നു. പലതരത്തിലുള്ള ചിത്രം വരയ്ക്കാവുന്നത്. ഇത് കുറേയൊക്കെ നമ്മൾ ഹയർ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഹിസ്റ്റോഗ്രാം, പൈ ഡയഗ്രാം, ബാർ ഡയഗ്രാം, അങ്ങനെ കുറേ വിധത്തിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാവുന്നതാണ്. അതാണ് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഗ്രാഫ് വരച്ചാൽ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ ഈ തേങ്ങ ഉൽപ്പാദനം എത്രയാണ്? ഇവിടെ 220 ക്വിൻ്റലാണ്, ഇവിടെ 150 ക്വിൻ്റലാണ്, ഇവിടെ 160 ക്വിൻ്റലാണ്. ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിച്ചത്, ഏത് വർഷമാണ് ഏറ്റവും കുറവ് എന്ന് മനസ്സിലാവും അല്ലേ?
അതേപോലെ ഇതേ ഡാറ്റ നമുക്ക് ഗ്രാഫിക്കലി ചിത്രത്തിൻ്റെ രൂപത്തിൽ ബാർ ലൈൻ വരച്ചുകൊണ്ട് ആ ലൈനിൻ്റെ നീളം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വീതി വിഡ്ത്ത് നോക്കിക്കൊണ്ടൊക്കെ നമുക്ക് പറയാം ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയും നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ ഇങ്ങനെ നമുക്ക് 3 വിധത്തിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് വെർബലായിട്ട് പറയാം. ഇപ്പം നമ്മുടെ സ്കൂളിലെ മൊത്തം കുട്ടികളുടെ എണ്ണം, ബോയ്സ് ഗേൾസിൻ്റെ എണ്ണം നമുക്ക് വെർബലായിട്ട് പറയാം. അതുപോലെ നമുക്ക് ടേബിൾ, ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ ഹ്യൂമാനിറ്റീസ് സയൻസ് കൊമേഴ്സ് ഇത്ര, ഹ്യൂമാനിറ്റീസിൽ ഇത്ര ബോയ്സ് ഇത്ര, കൊമേഴ്സിൽ ഇത്ര ബോയ്സ്, അങ്ങനെ ടേബിളിൽ പ്രസൻറ്റ് ചെയ്യാം, ഗ്രാഫിക്കലി നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3 മെത്തേഡാണ് ഈ ചാപ്റ്ററിൽ ആക്ച്വലി നമ്മൾ പഠിക്കുന്നുള്ളൂ. ആദ്യം നമ്മൾ പഠിക്കുന്ന വെർബൽ പ്രസൻറ്റേഷൻ, രണ്ടാമത്തെ ടാബുലർ പ്രസൻറ്റേഷൻ. ഇത് രണ്ടും സിമ്പിളാണ്, ഗ്രാഫിക്കലും സിമ്പിളാണ്. അത് രണ്ട് ഇന്ന് പറയാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയേ. അപ്പോൾ ഇതാണ് സമ്മറി. അപ്പോൾ ടാബുലർ പ്രസൻറ്റേഷൻ പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ടേബിൾ വരച്ചിട്ടില്ലേ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അതോടൊപ്പം ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഇയർ വൈസ്, അത് ടാബുലർ പ്രസൻറ്റേഷനൊരു എക്സാമ്പിളാണ്. പിന്നെ അതിന് പുറമെ ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ, കണ്ണൂർ ജില്ലയിലെ വ്യത്യസ്ത പഞ്ചായത്തിലെ കോവിഡ് നിരക്ക് എത്രയാണ്, അതൊരു ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനാണ് അല്ലേ. ക്രൊണോളജിക്കൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലാസ്റ്റ് ഒരു 1 മന്തായിട്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക്, ഒരാഴ്ച എന്ന് പറയുമ്പോൾ ദിവസം സമയം വന്നു, ദാറ്റ് ഈസ് ഓൾസോ ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അത് തന്നെയാണ് ആക്ച്വലി ഇവിടെ ടാബുലർ പ്രസൻറ്റേഷൻ. നമുക്ക് വേണമെങ്കിൽ സെൻറ്റൻസായി പറയാം, കഴിഞ്ഞ തിങ്കളാഴ്ച ഇത്രയായിരുന്നു കോവിഡ്, ചൊവ്വാഴ്ച ഇത്രയാണ്, ബുധനാഴ്ച ഇത്രയാണ്, ദാറ്റ് ഈസ് വെർബൽ ക്ലാസിഫിക്കേഷൻ. അതൊരു ടേബിളിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ടാബുലർ പ്രസൻറ്റേഷൻ, അതൊരു ഗ്രാഫിലേക്ക് മാറ്റുമ്പോൾ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൂടെ പോവാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ദ ഡാറ്റ ആർ ജനറലി വൊളൂമിനസ്. നമ്മൾ പറയാം സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ ക്വാണ്ടിറ്റി ഡാറ്റ സമ്മറൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നതിനാണെന്ന് അറിയില്ലേ. അപ്പോൾ ഡാറ്റ വൊളൂമിനസ് മീൻസ് വലിയ ഡാറ്റ. ദേ നീഡ് ടു പ്രസൻറ്റ് ഇൻ എ കോമ്പാക്റ്റ് ഫോം. അപ്പോൾ നമുക്കതിനെ ചുരുക്കി അവതരിപ്പിക്കണം. ഇൻ ദിസ് ചാപ്റ്റർ, അതായത് വലിയ നമ്പറിന് ഒരുപാട് പറയുന്ന കാര്യത്തെ നമുക്ക് എങ്ങനെ ചുരുക്കി അവതരിപ്പിക്കാം, അതാണ് നമ്മളിവിടെ പ്രസൻറ്റേഷനിൽ നോക്കുന്നത്. ദർ ആർ 3 മെത്തേഡ്സ്. ഫസ്റ്റ് ടെക്സ്റ്റുവൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് പ്രസൻറ്റേഷൻ, അതാണ് വെർബൽ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞത്. ടെക്സ്റ്റുവൽ അതായത് ടെക്സ്റ്റ് മീൻസ് ലെറ്റേഴ്സ്, വേർഡ്സിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. പിന്നെ ടാബുലർ പ്രസൻറ്റേഷൻ, മൂന്നാമത്തെ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ജസ്റ്റ് നമുക്ക് നോക്കാം. ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഇൻ ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ ഡാറ്റ ആർ പ്രസൻറ്റഡ് ഇൻ എ ടെക്സ്റ്റ് ഫോം. അതായത് ഡാറ്റ നമ്മൾ ടെക്സ്റ്റ്, വേർഡ്സ്, സെൻറ്റൻസ് ആയി, ടെക്സ്റ്റ് മീൻസ് ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നില്ല, ടൈപ്പ് ചെയ്തിട്ട്. This type of presentation is ideal when data are not voluminous. Look at the following case. ഈ ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ എപ്പോഴേ നടക്കുള്ളൂ, ചെറിയ ഡാറ്റ, ഒരുപാട് പറയേണ്ട കേസിൽ ടെക്സ്റ്റുവലായിട്ടെല്ലാം പറഞ്ഞാൽ പേജസ് ആൻഡ് പേജസ് വരും. അപ്പോൾ നമുക്ക് വായിക്കാൻ മടുപ്പുണ്ടാവും. അതിന് പകരം എന്താ, ഇതെല്ലാം ഒരു ടേബിളിൽ ചുരുക്കി നമ്മൾ കാണിച്ചാലും ഒരു ചിത്രത്തിൽ കാണിച്ചാലും നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഒരു വെർബൽ അല്ലെങ്കിൽ ടെക്സ്റ്റുവൽ ഡിസ്ക്രിപ്റ്റീവ് പ്രസൻറ്റേഷൻ നമുക്ക് ഡാറ്റ ചെറുതാണെങ്കിലേ പ്രയോഗിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. Example, in a Hartal day, July 7th, 2008, protesting hike in bus fare, that is 15 buses were plying, 15 buses were plying while 240 buses were not operating. 6 shops were opened and all other 345 shops were closed. 3 education institutions were closed and remaining 39 were found open in Thrissur town. അതായത് ഒരു ഹർത്താൽ ദിവസം തൃശ്ശൂർ ടൗണിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് സെൻറ്റൻസ് ആയിട്ട് കുറച്ചൊരു കുഞ്ഞു പാരഗ്രാഫ് ആയതുകൊണ്ട് നമുക്കത് പറയാം. അതുപോലെ സെൻസസിൻ്റെ ഒരു കണക്കും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ചെറിയ പാരഗ്രാഫൊക്കെ നമുക്ക് പറയാം. പേജസ് ആൻഡ് പേജസ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ ഈ ടെക്സ്റ്റൽ ഡിസ്ക്രിപ്റ്റീവ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി സെൻറ്റൻസ് ആൻഡ് വേർഡ്സ് ആയിട്ട് നമ്മളിങ്ങനെ പറയുക. അത് ചെറിയ ഡാറ്റയൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, പക്ഷെ ഒരുപാട് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. നോക്കാം, അത് ജസ്റ്റ് വായിച്ച് നോക്കാം നിങ്ങൾക്ക്. ഡാറ്റ ഗിവൺ ഇൻ ദ എബോവ് 2 ഇൻസ്റ്റൻസസ് ആർ ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ്. മീൻസ് നമ്മൾ ഈ പറഞ്ഞ 2 എക്സാമ്പിളും ടെക്സ്റ്റ് മീൻസ് സെൻറ്റൻസ് വേർഡ്സ് ആയിട്ട് പറയുന്നതാണ്. The drawback of this method of presentation is that one has to go through the complete text of presentation for comprehension, but at the same time it enables one to emphasize certain points. നമ്മളിങ്ങനെ പോയിൻ്റായി സെൻറ്റൻസ് ആയിട്ട് പറയുന്നു. ഇത്ര ശ്രദ്ധ വേണം, നല്ല ശ്രദ്ധ വേണം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ. ഓക്കെ, പക്ഷേ ഇങ്ങനെയും പ്രസൻറ്റ് ചെയ്യാം, സെൻറ്റൻസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ,
ഇനി സെക്കൻഡ് പ്രസൻറ്റേഷൻ അത് ജസ്റ്റ് ഇത്ര എടുക്കുക. ഡിസ്ക്രിപ്റ്റീവ് ഓർ ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ്, വേർഡ്സ് ബൈ വേർഡ് ആയിട്ട് നമ്മൾ ഡാറ്റയെ അവതരിപ്പിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ടാബുലർ പ്രസൻറ്റേഷനോ, ടാബുലർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ഈസ് ദ സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ്. ടാബുലർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ഈസ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ ടേബിൾ. ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, റോസ് ആൻഡ് കോളംസ് ചേർന്നാണ് ടേബിൾ. ഓക്കെ, എന്താ ഈ റോ ആൻഡ് കോളം? നമുക്ക് ടേബിളിൻ്റെ റോസും കോളംസും നോക്കണം. ഓക്കെ, ഇതിപ്പോൾ നമ്മളൊരു ടേബിൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നില്ല, ഇങ്ങനെ പറഞ്ഞു എന്താ, ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നേരെ പോകുന്ന ഇതിനെയാണ് നമ്മൾ റോ എന്ന് പറയുക. റോ താഴോട്ട് വരുന്നതാണ് കോളം. ഇപ്പോൾ ഇയർ 2016, 17, 18 ഇതാണ് കോളം. ഓക്കെ, ഇതാണ് കോളം. ഇത് താഴോട്ട് വരുന്ന കോളം, നേരെ പോകുന്ന റോ. നമ്മൾ വല്ല റോ വരിയായി വരിയായിട്ടും നിരയായിട്ടും നിൽക്കുക എന്ന് പറയില്ല, ലൈൻ നിൽക്കുക അങ്ങനെ പറയില്ലേ, നമ്മൾ ക്യൂവിൽ നിൽക്കുക അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പം നേരെ എപ്പോഴും ഓർക്കുക, ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെ നേരെ ഇതാണ് റോ. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. ഇനി കോളാണെങ്കിലോ ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. മനസ്സിലായില്ലേ? ഇത് ഓർക്കണം. റോ ഹെഡിങ്ങും കോളം ഹെഡിങ്ങും അപ്പോൾ നമുക്ക് നോക്കാനുണ്ട്. എഗെയിൻ ഓർക്കുക, നമ്മളിങ്ങനെ ഒരു ടേബിൾ വരക്കുവാണെങ്കിൽ, ഇതൊരു ടേബിൾ ആണെങ്കിൽ ആ ടേബിളിന് ആദ്യം ഇവിടെ നമ്മൾ ഇതിപ്പോൾ കോക്കനട്ട് പ്രൊഡക്ഷന് കൊടുത്ത പോലെ ഇവിടെ ഒരു ടൈറ്റിൽ കൊടുക്കും. ടേബിളിൻ്റെ പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ ടൈറ്റിൽ കൊടുക്കും. പിന്നെ നമുക്കിവിടെ റോ ഉണ്ടാവും. ഈ റോക്ക് തന്നെ ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇയർ കൊടുത്തില്ലേ, മീൻസ് ഇവിടെ കോളാണിത്. ഇവിടെ എന്താ കൊടുത്തത്, നമ്മൾ ഓരോ ചെറിയ ടേബിൾ ആയതുകൊണ്ട് ഇവിടെ റോ ഹെഡിങ് നമ്മൾ കൊടുത്തിട്ടില്ല. വലിയതാണെങ്കിൽ ഇവിടെ റോക്കും ഉണ്ടാവും. ഫസ്റ്റ് എന്നോ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നമുക്ക് നമ്പർ ഇടാം. അപ്പോൾ ഇത് റോ, ഇതിന് ഇവിടെ ഒരു ടൈറ്റിൽ കൊടുക്കുവാണെങ്കിൽ ഇതാണ് റോ ഹെഡിങ് എന്ന് പറയും. ആൻഡ് ദെൻ ഇത് കോളം, ഇതാണ് കോളം. ഇവിടെ ഒരു ടൈറ്റിൽ കൊടുക്കുവാണെങ്കിൽ ഇത് കോളം ഹെഡിങ് എന്ന് പറയും. പിന്നെ ഇവിടെ ഇതെന്താ, ടേബിളിൻ്റെ കണ്ടൻ്റാണ് ഇത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ഡാറ്റ എവിടുന്നാണ് എടുത്തതെന്ന് ഈ ടേബിളിൻ്റെ താഴെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ താഴോട്ട് വരുന്ന കോളം നേരെ പോകുന്നത് റോ. ഈ റോ ഹെഡിങ്ങും കോളം ഹെഡിങ്ങും ഞാനിപ്പോൾ പറയേ, അപ്പോൾ നിങ്ങൾ ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ആദ്യം അതിന് മുന്നേ നമ്മൾ ടേബിൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ഇങ്ങനെ വരിയായും നിരയായും റോസായും കോളംസായും നമ്മൾ ഡാറ്റ അവതരിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക, ടേബിൾ എന്ന് പറയാം, ടാബുലർ പ്രസൻറ്റേഷൻ എന്ന് പറയാം. റോസ് ആർ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്. റോസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ. എന്താ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ താഴോട്ട്, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുത്തന, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നേരെ. ഓക്കെ, ആൻഡ് ദെൻ അതായത് റോസ് ആർ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ആൻഡ് ദി കോളംസ് ആർ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്. കോളം എന്ന് പറഞ്ഞാൽ താഴെ, റോ എന്ന് പറഞ്ഞാൽ നേരെ. ഇതൊക്കെ സാധാരണ നമുക്ക് അറിയുന്നെങ്കിലും ഓർക്കുക. ദി അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ ദി വേ ഈസ് കാൾഡ് ടേബിൾ. ടേബിൾ എന്ന് പറഞ്ഞാൽ ഡാറ്റാസ് ആർ അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഓക്കെ, ജസ്റ്റ് ടേബിൾ നമുക്കറിയില്ല, അത് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. എ ടേബിൾ സിംപ്ലിഫൈസ് പ്രസൻറ്റേഷൻ ആൻഡ് മേക്ക് കമ്പാരിസൺ ഈസി. It also enables the readers to locate the required information quickly. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിൽ ഡാറ്റ തന്നാൽ എളുപ്പം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ലാസ്റ്റ് 5 years കോക്കനട്ട് പ്രൊഡക്ഷൻ എത്രയാണ്, ജസ്റ്റ് ആ ടേബിൾ നോക്കുമ്പോൾ തന്നെ 2016 എത്ര, 17 എത്ര, 18, ജസ്റ്റ് ആ ടേബിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മൾ വെർബലാണെങ്കിൽ എത്ര പറയണം, ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ 2014 തേങ്ങ ഉൽപ്പാദനം ഇത്രയായിരുന്നു, 18 ഇത്രയായിരുന്നു, ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദനം 19, ഇങ്ങനെ ഓരോന്നും എടുത്ത് പറയണം. ടേബിൾ ആകുമ്പോൾ ജസ്റ്റ് ടേബിൾ ഒന്ന് ഒറ്റ ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവ് എന്നൊക്കെ അല്ലേ. ഡാറ്റ റിഗാർഡിങ് ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് നോക്കുക. എക്സാമ്പിൾ നോക്കിയ ഒരു ടേബിൾ. ഫസ്റ്റ് എക്സാമ്പിൾ എന്താ, റൂറൽ അർബൻ കോമ്പോസിഷൻ 1971 to 2011. 1971 മുതൽ 2011 വരെയുള്ള ഗ്രാമ അർബൻ ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇയർ വൈസ് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കോളം നോക്കിയതാണ് ഇയർ എന്ന് പറഞ്ഞിട്ട് 1971 മുതൽ 2011 വരെ കൊടുത്തത് കണ്ടുവോ. അടുത്ത കോളം എന്താ, റൂറൽ 80, 78, 74. അടുത്ത കോളം അർബൻ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയേ 1971 റൂറൽ, 1971 റൂറൽ 80 അർബൻ 20. അത് റോയാണ് പറയുന്നത്. കോളം എന്താ, ഇയർ 71, 78, 79 അല്ല 71, 82, 91,
2001 അതാണ് കോളം, കുത്തനെ വരുന്ന റോ. 71 എത്ര? 80, 60 അത് റോയാണ്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആണ്. ടേബിൾ ഇപ്പോൾ നമ്മൾ കോക്കനട്ട് പ്രൊഡക്ഷൻ പറഞ്ഞതുപോലെ റൂറൽ അർബൻ ഇയർ വൈസ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ നോക്കാം. ടേബിളിൻ്റെ സിംപ്ലി ടേബിൾ അറിയില്ലേ? ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ടാബുലേഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഓർഗനൈസ് ഡാറ്റ ഫോർ ഫർദർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഈ ടാബുലർ പ്രസൻറ്റേഷൻ്റെ ഗുണം എന്താ? മറ്റ് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ പർപ്പസിനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം കൃത്യമായിട്ട് ഒറ്റ സിംപ്ലിഫൈ ചെയ്ത് അവതരിപ്പിക്കുന്നതാണ്. ദർ ആർ 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ടാബുലേഷൻ ഓൺ ഡാറ്റ. 4 തരത്തിലുള്ള ടേബിൾ ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതുകൊണ്ട് നമുക്കിവിടെ സിമ്പിളാണ്. ഏതൊക്കെയാണ് ടേബിൾ? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതന്നെ ഇവിടെ അതേ ടേബിളായിട്ട് പറയുന്നു. ഫസ്റ്റ് വൺ എന്താ? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അതായത് നമ്മളൊരു ടേബിളിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസാണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ അതിനെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ക്വാളിറ്റീസ് എന്താ? ലിറ്ററസി, മെയിൽ ഫീമെയിൽ, നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ഫാമിലി, അതെല്ലാം ക്വാളിറ്റി അല്ലേ? അതാണ് ടേബിൾ അവതരിപ്പിക്കുന്നതെങ്കിൽ ഒരു ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. തേങ്ങ ഉൽപ്പാദനമോ റബ്ബർ ഉൽപ്പാദനമോ കശുവണ്ടി ഉൽപ്പാദനമോ ഒക്കെയാണ് ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ പാൽ ഉൽപ്പാദനം, അതൊക്കെ ക്വാണ്ടിറ്റിയാണ്. അപ്പോഴത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. പിന്നെയാണ് നമ്മൾ പറഞ്ഞത് ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് മീൻസ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഈ ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസിഫിക്കേഷൻ ഡൺ ഓൺ ദ ബേസ് ഓഫ് ടൈം, ഡേറ്റ്, മീൻസ് ഡേയ്സ്, മന്ത്സ്, ഇയർ, ഡേ, പിന്നെ അവർ, മിനിറ്റ്സ്, സെക്കൻഡ്, അതായത് ടൈം അല്ലേ. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ. എന്താ? പഞ്ചായത്ത്, കേരളത്തിലെ വ്യത്യസ്ത ജില്ലകൾ അല്ലേ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച അതന്നെയാണ് ഇവിടെ പറയുന്നത്. എങ്കിലും നമുക്കൊരിക്കൽ കൂടി നോക്കാം. Quantitative classification. When classification is made on the basis of qualitative or characteristics or attribute. Example എന്താ? ലിറ്ററസി, റിലീജിയൻ, നാഷണാലിറ്റി, ഇന്ത്യൻ, പാകിസ്ഥാനി, ചൈനീസ്, അമേരിക്കൻസ് എന്നൊക്കെ പറയുന്നില്ല. അതൊരു ക്വാളിറ്റിയാണ്. ഏതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല, അതെല്ലാം ക്വാളിറ്റിയാണ്. മെയിൽ ഫീമെയിൽ. അപ്പോൾ നമ്മൾ ആ ടേബിൾ നോക്കിയേ. ലിറ്ററസി ഇൻ ബീഹാർ ബൈ ജെൻഡർ ആൻഡ് ലൊക്കേഷൻ. അതായത് മെയിൽ ഫീമെയിൽ ബീഹാറിലെ ലിറ്ററസി റേറ്റ് അത് മെയിൽ ഫീമെയിലിന് സെപ്പറേറ്റ് നോക്കുന്നുണ്ട്. ആ ടേബിൾ നോക്കിയേ. അതെന്താ? ലിറ്ററസി ഇൻ ബീഹാർ. ലിറ്ററസി ആണ് അവിടുത്തെ പ്രധാന ഐറ്റം. എന്താ? അതൊരു ക്വാളിറ്റിയാണ്. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ടേബിളിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലിറ്ററസി നമ്മൾ ടൈറ്റിൽ കൊടുത്തു. ലിറ്ററസി ഇൻ ബീഹാർ എന്ന് പെർസെൻറ്റേജിലാണെന്ന് പറഞ്ഞു, ലൊക്കേഷൻ പറഞ്ഞു. പിന്നെയോ ഫസ്റ്റ് ജെൻഡർ. ഇവിടെ സെക്സ് എന്ന് എഴുതിയിട്ടുള്ള ജെൻഡർ. അപ്പോൾ ജെൻഡർ എന്താ? മെയിൽ ഫീമെയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ജെൻഡർ മെയിൽ ഫീമെയിൽ. അതിൽ റൂറൽ എത്രയാണെന്ന് കൊടുത്തു, അർബൻ എത്രയാണെന്ന് കൊടുത്തു. അപ്പോൾ താഴോട്ട് റൂറൽ എത്ര, റൂറൽ മെയിൽ എത്ര, റൂറൽ ഫീമെയിൽ എത്ര എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? എങ്ങനെ ഈ ടേബിൾ നമ്മൾ നോക്കുക? ഈ ടേബിൾ നോക്കിയേ. ഇതിപ്പോൾ ജെൻഡർ മെയിൽ ഫീമെയിൽ ടോട്ടൽ അല്ലേ, ലൊക്കേഷൻ റൂറൽ അർബൻ. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മെയിൽ. റൂറലിലെ മെയിൽ എത്രയാ? റൂറൽ 58, മെയിൽ റൂറൽ മെയിൽ 58. എന്നാൽ അർബൻ മെയിലോ 88. ഈ കോളം ഇവിടത്തേക്ക് ഇങ്ങനെ നോക്കുക. അതുപോലെ റൂറൽ ഫീമെയിൽ എത്രയാ? 30. അർബൻ ഫീമെയിൽ എത്രയാ? 63. റൂറലിലെ ടോട്ടൽ എത്രയാ? 42. അർബനിലെ ടോട്ടൽ 73. ഇങ്ങനെയാണ് നോക്കുക. ഇത് റോസ്, ഇത് കോളംസ്, ഇത് മൊത്തം റൂറൽ, ഇതെല്ലാം കോളംസ്, ഇത് റോ. ഓക്കെ, ഇങ്ങനെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് നമ്മൾ ഈ ലിറ്ററസി എന്ന ക്വാളിറ്റി മാർക്ക് ചെയ്യുമ്പോൾ അതിനെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഇനി ക്വാണ്ടിറ്റിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ്, വെയിറ്റ്, ഏജ് ഒക്കെയാണ്. ടേബിൾ നോക്കിയ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 360 റെസ്പോണ്ടൻസ് ബൈ ദിയർ ഏജ് ഇൻ എലക്ഷൻ സ്റ്റഡി ഇൻ തമിഴ്നാടു. അതായത് ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു കണക്കാണ് കൊടുത്തിരിക്കുന്നത്. ഏജാണ് ഇവിടെ. ഏജ് എന്താ? മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനെയും ക്വാണ്ടിറ്റി എന്ന് പറയാം നമുക്ക്. കിലോഗ്രാം ആവട്ടെ, ഏജ് ആവട്ടെ, ലിറ്റർ ആവട്ടെ, മീറ്റർ ആവട്ടെ, എല്ലാം ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ ഏജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏജ് ഗ്രൂപ്പിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് റെസ്പോൺസ്. ജസ്റ്റ് ഇതിൽ ഡാറ്റക്കൊന്നും ഒരു പ്രാധാന്യമില്ല. നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്.
ക്വാളിറ്റി ടേബിളിൽ മാർക്ക് ചെയ്യുമ്പോൾ അത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റി ടേബിളിൽ മാർക്ക് ചെയ്യുമ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ ഏജാണ് ക്വാണ്ടിറ്റി കൊടുത്തത്, നേരത്തെ നമ്മൾ ക്വാളിറ്റി ലിറ്ററസിയാണ് കൊടുത്തത്. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് തന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇത് പഠിച്ചില്ലെങ്കിൽ വേണ്ടിയില്ല, ഈ ക്വാണ്ടിറ്റേറ്റീവ് ടേബിളിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച അതേ എക്സാമ്പിൾ ഊഹിച്ചെഴുതിയാലും അത് ചോദിക്കുവാണെങ്കിൽ, ഇതൊക്കെ ചിലപ്പോൾ ടൈറ്റിൽ തന്നെ ചോദിക്കുള്ളൂ. ഇനി ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ. ടെമ്പറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ച ക്രൊണോളജിക്കൽ, ആ ടെമ്പറലിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ ക്രൊണോളജിക്കൽ എന്ന് എഴുതിക്കോളൂ. ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ടേബിൾ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഡാറ്റ ഓൺ ദി ബേസിസ് ഓഫ് ടൈം, on the basis of chronological order. That is, when data are classified on the basis of time is called temporal classification. അതായത് അത് ടൈം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ കോക്കനട്ട് പ്രൊഡക്ഷൻ്റെ എക്സാമ്പിൾ ഇല്ല, 2016 എത്ര തേങ്ങ ഉൽപ്പാദനം 17, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം, നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള പാസ് പെർസെൻറ്റേജ് എത്രയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 98%, ഈ വർഷം 100%, അതിൻ്റെ മുന്നത്തെ വർഷം അതെന്താ ക്വാണ്ടിറ്റിയാണ് അല്ലേ. പക്ഷെ എന്താ ഓരോ വർഷവും വന്നു, പക്ഷേ വർഷം വരുന്നത് ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതിന് പറയും നമ്മൾ ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അത് ടേബിളിലാക്കുന്നു. ഇനിയോ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജിയോഗ്രാഫിക്കൽ ബേസ്, അതായത് ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ. വെൻ ക്ലാസിഫിക്കേഷൻ ഡൺ ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ബുക്കിൽ, അല്ലെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ, സ്ഥലത്തിനനുസരിച്ച് ഏരിയക്കനുസരിച്ച് ഭൂമിശാസ്ത്രപരമായി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, അതാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. അപ്പോഴേ ഡാറ്റ ക്ലാസിഫൈഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ നമ്മൾ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ക്രൊണോളജിക്കൽ ആൻഡ് ജിയോഗ്രാഫിക്കൽ എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ടെമ്പറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൊണോളജിക്കലാണ്, ഇയർ വൈസ്, ടൈം വൈസ്. സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജിയോഗ്രാഫിക്കൽ, പ്ലേസ് വൈസ് ആണ്. ഈ ഡാറ്റ ഇങ്ങനെ ടേബിളിൽ മാർക്ക് ചെയ്യുന്നതുകൊണ്ട് അതേ ക്ലാസിഫിക്കേഷൻ ഇവിടെ ടാബുലർ ക്ലാസിഫിക്കേഷൻ എന്നും നമ്മൾ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച അത് തന്നെ ഇവിടെ എടുത്ത് എഴുതിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഡാറ്റ ക്ലാസിഫൈഡ് ഇൻ 4 ടൈപ്സ് എന്ന് പറഞ്ഞതുപോലെ ടേബിൾസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4: ക്വാളിറ്റേറ്റീവ് ടേബിൾ, ക്വാണ്ടിറ്റേറ്റീവ് ടേബിൾ, ക്രൊണോളജിക്കൽ ടേബിൾ ആൻഡ് ജിയോഗ്രാഫിക്കൽ ടേബിൾ. പക്ഷേ ക്രൊണോളജിക്കൽ ആൻഡ് ജിയോഗ്രാഫിക്കൽ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയും, ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ബുക്കിൽ അത് മാർക്കിൽ സിമ്പിളാണ്, ഓർത്താൽ മതി. ഇനി നമ്മൾ നോക്കുന്നത് പാർട്സ് ഓഫ് എ ടേബിൾ. ഇത് പ്രധാനപ്പെട്ടത്, എക്സാമ്പിൾ ചോദിക്കും. വെരി സിമ്പിളാണ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ടേബിൾ വരച്ച് കാണിച്ചു തരുന്നത്. നമ്മളിപ്പോൾ കുറേ ടേബിൾ കണ്ടു. ഒരു ടേബിളിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഒരു ടേബിൾ വരക്കുമ്പോൾ ആദ്യം ടേബിളിന് ടൈറ്റിൽ കൊടുക്കണം. ടേബിൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തേങ്ങ ഉൽപ്പാദിപ്പിച്ചതാണോ? നമ്മൾ സ്കൂളിലെ പാസ് പെർസെൻറ്റേജ് ആണോ കാണിക്കുന്നത്? അല്ല ബീഹാറിലെ ലിറ്ററസി റേറ്റ് ആണ്. ആ ടേബിൾ എന്താ കാണിക്കുന്നത് എന്നാ ടൈറ്റിൽ എഴുതണ്ടേ? അപ്പോൾ ഒരു ടേബിൾ ടൈറ്റിൽ ഉണ്ടായിരിക്കണം. പിന്നെയോ കോളം ഉണ്ടാവും, റോ ഉണ്ടാവും. കോളത്തിനൊരു ഹെഡിങ് ഉണ്ടാവും, റോക്ക് ഒരു ഹെഡിങ് ഉണ്ടാവും. പിന്നെയോ അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ്, ഡാറ്റ ഉണ്ടാവും. ഈ ഡാറ്റ എവിടുന്നാ കിട്ടിയത് എന്നുണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് പാർട്സ് ഓഫ് എ ടേബിൾ. ഓക്കെ, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിളാണ്, ഈസി, നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുക. പാർട്സ് ഓഫ് എ ടേബിൾ, ഒരു ടേബിളിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ടാബുലേഷൻ ഓഫ് ഡാറ്റ ആൻഡ് പാർട്സ് ഓഫ് എ ടേബിൾ. In the construction of a table, it is important to know first what are the parts of good statistical table. ഒരു നല്ല ടേബിളിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? When these parts are put together systematically, we get a table. ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാവും. The simplest way of conceptualizing a table is to present data in rows and columns. This may be supplemented with some explanatory notes. റോയും കോളും ഒക്കെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് ഉണ്ടാവും, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും വേറെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. Presenting data in a statistical table is called tabulation. That is, table is the റോസും കോളംസും അടങ്ങിയതാണ് ടേബിൾ. And then we use that table as for presenting data. അങ്ങനെ when we use table for presenting data, that is known as tabulation. That is, presenting data in statistical table is called tabulation. When we use table for presenting data, that process is called tabulation. Okay, tabulation can be one way, two way or three way depending upon the number of characteristics involved. അതായത് ടേബിൾ, സിമ്പിൾ ടേബിൾ ഉണ്ടാവാം, അതായത് ഇയർ പ്രൊഡക്ഷൻ, കോക്കനട്ടിൻ്റെ പറഞ്ഞതുപോലെ അങ്ങനെ ഉണ്ടാവാം.
കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് വരക്കാം, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിട്ട്. നമ്മളെ ബുക്കിലുണ്ട് അടുത്ത പേജിൽ അതാ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു വർക്കേഴ്സ് ആൻഡ് നോൺ വർക്കേഴ്സ് ബൈ ജെൻഡർ ആൻഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ അടുത്ത പേജിൽ കണ്ടോ. ഈ ടേബിൾ നോക്കിയേ, വലിയൊരു ടൈറ്റിൽ, ടേബിൾ നമ്പർ, ഇവിടെ ടൈറ്റിൽ, ഇങ്ങനെയൊക്കെ വന്ന കുറേ പാർട്സ്. താഴോട്ട് ഇവിടെ ലൊക്കേഷൻ ഉണ്ട്, ജെൻഡർ ഉണ്ട്, അതിൽ തന്നെ ഇവിടെ വർക്കേഴ്സ് ഉണ്ട്, വർക്കേഴ്സിൽ തന്നെ മെയിൽ ഫീമെയിൽ ടോട്ടൽ ഉണ്ട്, നോൺ വർക്കേഴ്സ് ഉണ്ട് ടോട്ടൽ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് എന്താ റൂറൽ, ഇവിടെ മെയിൽ ഫീമെയിൽ എന്നൊക്കെ സെപ്പറേറ്റ്, വർക്കേഴ്സിൽ മെയിൽ ഫീമെയിൽ നോൺ വർക്കേഴ്സ് ഉണ്ട്, അതിൽ തന്നെ റൂറൽ മെയിൽ വർക്കേഴ്സ് ഉണ്ട്, റൂറൽ മെയിൽ നോൺ വർക്കേഴ്സ് ഉണ്ട്. അതുണ്ടായത് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ ടേബിൾ ഭയങ്കര ഒരു വലിയൊരു ടേബിൾ, ഒരുപാട് ഡാറ്റാസ്. ഒരു പക്ഷേ ഈ കാര്യം നമ്മളൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതുവാണെങ്കിൽ എത്രയോ പേജസ് എഴുതേണ്ട കാര്യമാണ് ഈ ഒരു അര പേജിലുള്ളൊരു ടേബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങൾ ഈ ടേബിൾ നോക്കുക കേട്ടോ. നമുക്ക് അറിയാം ഈ ടേബിൾ എങ്ങനെയാണ്, ടേബിളൊന്നും വരക്കൊന്നും എക്സാമിന് വേണ്ടി വരില്ല. ചിലപ്പോൾ ഒരു ടേബിൾ തന്നിട്ട് അതിൻ്റെ പാർട്സ് ഏതാണെന്നൊക്കെ ചോദിക്കും. അതായത് ഇവിടെ ഒരു ടൈറ്റിൽ, ഇതെന്താണ്, ഇത് ടൈറ്റിൽ എന്താണ്, ടൈറ്റിൽ എഴുതുക, ടൈറ്റിൽ എഴുതുന്ന സ്ഥലം, ഇതെന്താ ടേബിളിൻ്റെ ബോഡി ഓഫ് ദി ടേബിൾ, ഇതെന്താ, ഇത് താഴോട്ട് കോളം, ഇത് ഇങ്ങോട്ട് റോ, ഇതിനൊരു ഹെഡിങ് ഉണ്ട്, ഞാനിപ്പോൾ ഇത് പറയേ. പിന്നെ ഇവിടെ നമ്മൾ മറ്റ് ഡാറ്റകൾ എഴുതും, എവിടെ നിന്നാണ് ഈ ഡാറ്റ കിട്ടിയത്, വേറെ എന്തെങ്കിലും ഈ ടേബിൾ എന്തെങ്കിലും പോസിറ്റീവായിട്ട് നമുക്ക് ഡാറ്റ കിട്ടിയത് എവിടെയാണ്, ഇവിടെ എഴുതും. ഈ ടേബിളിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതും. നമ്മൾ ഫുട് നോട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ ഇങ്ങനെ ടേബിൾ തന്നിട്ട് ഇങ്ങനെ ബ്ലാങ്ക് വിട്ടിട്ട് അതെന്താണ്, ടൈറ്റിൽ എവിടെയാണ് എഴുതുക എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. സിമ്പിളാണത്. അപ്പോൾ നമുക്ക് നോക്കാം പാർട്സ് ഓഫ് എ ടേബിൾ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ടേബിൾ നമ്പർ. ടേബിളിന് നമ്പർ ഇടുക. ടേബിളിന് എവിടെ നമ്പർ ഇടുക, ടേബിളിൻ്റെ മുകളിലാണ് നമ്പർ ഇടുക. മുകളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് താഴെ ഇടാം, പക്ഷെ നമ്മൾ ആരും താഴെ ഇടില്ല. ടേബിൾ നമ്പർ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം, അല്ലേ. ടേബിൾ നമ്പർ നമ്മളെ ടേബിൾ നമ്പർ 1 ഓർമ്മയില്ലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ 100 കുട്ടികളുടെ മാർക്ക് അടങ്ങി ആ നമ്പറിൻ്റെ പേരിലല്ലേ. ഞാൻ ടേബിൾ നമ്പർ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ടേബിൾ ഓർമ്മ വരൂലേ, അതാണ് നമ്പറിൻ്റെ പ്രത്യേകത. ഒരു നമ്പർ ഇപ്പോൾ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ഓർഡറിൽ റോൾ നമ്പർ കൊടുത്തു എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളത് അറ്റൻഡൻസ് വിളിക്കാത്തതുകൊണ്ട് ബൈ ഹാർട്ടല്ല. അപ്പോൾ റോൾ നമ്പർ 53 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാൾ വരൂലേ, അതുപോലെ ഒരു ടേബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്പർ. ഓക്കെ, അപ്പോൾ നമ്പർ എവിടെ കൊടുക്കണം എന്നൊക്കെ നമുക്കിവിടെ വായിക്കാം. ടേബിൾ നമ്പർ. എ ടേബിൾ നമ്പർ ഈസ് അസൈൻ ടു എ ടേബിൾ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ പേർപ്പസ്. ആ ടേബിളിനെ മനസ്സിലാക്കാനാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത്. ടേബിൾ നമ്പർ ഡിസ്റ്റിങ്വിഷസ് വൺ ടേബിൾ ഫ്രം ദി അതർ. ഒരു ടേബിളിന് മറ്റൊരു ടേബിൾ. ടേബിൾ നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 3ാമത്തെ ചാപ്റ്ററിൽ 100 കുട്ടികളുടെ മാർക്ക് അടങ്ങിയ ടേബിൾ അല്ലേ. ഒരു ടേബിളിന് മറ്റൊരു ടേബിളിന് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കാം, നമുക്ക് പേര് തരുന്നത് പോലെ. ഇറ്റ് ഈസ് ഗിവൺ അറ്റ് ദ ടോപ്പ് ഓർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ ടേബിൾ. ഈ ടേബിൾ നമ്പർ നമുക്ക് എവിടെ കൊടുക്കാം, ടേബിൾ നമ്പർ നമുക്ക് വേണമെങ്കിൽ ഈ ടേബിളിൻ്റെ ടോപ്പിൽ കൊടുക്കാം, ടോപ്പിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സ്റ്റാർട്ടിങ്ങിലും കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. പക്ഷേ എല്ലായിടത്തും ഒരേ ഇപ്പോൾ 1ാമത്തെ ടേബിളിന് ടോപ്പിലാണ് കൊടുത്തെങ്കിൽ 2ാമത്തിനും ടോപ്പിൽ കൊടുക്കുക. അല്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ് കൊടുക്കുന്നെങ്കിൽ എല്ലാ ടേബിളിലും സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. അതായിരിക്കും അതിൻ്റെ ഭംഗി. It is given at the top or at the beginning of the title of the table. Generally, table number are whole numbers in ascending order. Like നമ്മൾ ടേബിൾ നമ്പർ കൊടുക്കും 1, 2, 3 അല്ലെങ്കിൽ 50, ഒരു പൂർണ്ണ സംഖ്യ കൊടുക്കും, അല്ലെങ്കിൽ 1.5, 2.5, 2.5 എന്നൊന്നും ടേബിൾ നമ്പറിന് കൊടുക്കാതെ എന്നല്ലേ. ബട്ട് നമ്മൾ കൊടുക്കും എപ്പോഴും. ഇപ്പം 3ാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് ടേബിൾ ആണെങ്കിൽ 3.1 എന്ന് കൊടുക്കും, 3ാമത്തെ ചാപ്റ്ററിൽ 1ാമത്തെ. അതിൻ്റെ അർത്ഥം 3.1 അല്ല, 3ാമത്തെ ചാപ്റ്ററിൽ 1ാമത്തെ ടേബിൾ. അങ്ങനെ 5ാമത്തെ ചാപ്റ്ററിൽ 4ാമത്തെ ടേബിൾ നോക്കണമെങ്കിൽ 5.4 എന്ന് പറഞ്ഞാൽ 5ാമത്തെ ചാപ്റ്ററിൽ 4ാമത്തെ ടേബിൾ എന്നാണ്. അല്ലാതെ ഇപ്പോൾ 2.5 എന്ന് പറഞ്ഞാൽ 2.5 എന്നല്ല അർത്ഥം, 2ാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ ടേബിൾ എന്നാണ് അർത്ഥം 2.5 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ടേബിൾ നമ്പർ കൊടുക്കുമ്പോൾ ഭിന്നസംഖ്യയിൽ ഒരു പൂർണ്ണസംഖ്യ കൊടുക്കുക. ആൻഡ് ദെൻ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, ദാറ്റ് ഈസ് ഫോർ ഐഡൻറ്റിഫൈയിങ് എ ടേബിൾ. ആ ടേബിൾ ഏതാണെന്ന് അറിയാൻ വേണ്ടി. ദസ് എ ടേബിൾ നമ്പർ 3.1 ഇൻഡിക്കേറ്റ് ദ ഫസ്റ്റ് ടേബിൾ ഓഫ് ദ 3rd ചാപ്റ്റർ. ഓക്കെ, 3.1 എന്ന് പറഞ്ഞാൽ 3ാമത്തെ ചാപ്റ്ററിൽ 1ാമത്തെ ടേബിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കുക ടൈറ്റിൽ. ടേബിളിൻ്റെ മുകളിൽ നമ്മൾ എഴുതുന്നതാണ് ടൈറ്റിൽ, അതായത് ഹെഡിങ്. എന്താണ് കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ കേരള നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇത് ടൈറ്റിൽ ഓഫ് ദ ടേബിൾ. ഓക്കെ, ഇനി ഇതൊക്കെ എളുപ്പം നമുക്ക് ഓർക്കാവുന്നതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
ടൈറ്റിൽ. അപ്പോൾ ടൈറ്റിൽ എപ്പോഴും എവിടെ കൊടുക്കുക? നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത് തലക്കെട്ടിൽ ഏറ്റവും മുകളിൽ കൊടുക്കുന്നത് അല്ലേ. Title gives a brief description of the content of the table, and good title should be clear, brief and carefully worded so that interpretation made from the table is clear and free from ambiguity. It appears at the top of the table, succeeding the table number or just below it. അപ്പോൾ ടേബിൾ നമ്പറിന് ശേഷം നമുക്ക് കൊടുക്കാം, ടേബിൾ നമ്പറിൻ്റെ താഴെ കൊടുക്കാം. ബട്ട് ആ ടൈറ്റിലിൻ്റെ പ്രത്യേകത എന്താ? ആ ടേബിൾ എന്താണ് കാണിക്കുന്നത് എന്ന ആ ടൈറ്റിൽ നമ്മൾ പറയണം. ഇപ്പോൾ കോക്കനട്ട് പ്രൊഡക്ഷൻ കേരള എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയും? കേരളത്തിലെ തേങ്ങ ഉൽപ്പാദനമാണ് ഈ ടേബിളിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് 5 ഇയേഴ്സിലെ കോക്കനട്ട് പ്രൊഡക്ഷൻ കേരള, കഴിഞ്ഞ 5 വർഷമായി ഇവിടുത്തെ തേങ്ങ ഉൽപ്പാദനമാണ് കാണിക്കുന്നത്. നമുക്ക് മനസ്സിലാവൂലേ? ഓക്കെ, അതാണ് അത്. ടേബിൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നത് ടൈറ്റിൽ നിന്ന് മനസ്സിലാവണം. അത് ടൈറ്റിൽ നമ്പറിൻ്റെ തൊട്ട് താഴെ കൊടുക്കാം, നമ്പറിന് ശേഷം കൊടുക്കാം. ഇനിയാണ് 2 കാര്യം, ക്യാപ്ഷൻസ് ആൻഡ് സ്റ്റെപ്സ്. ദാറ്റ് ഈസ്, ഈ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ കോളം ഹെഡിങ് ആൻഡ് റോ ഹെഡിങ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി കോളത്തിനും റോക്കും ഹെഡിങ് ഉണ്ട്. ദാറ്റ് ഈസ്, ഈ കോളം ഹെഡിങ് ഇല്ലേ, ഇത് കോളം, ഇതിൻ്റെ ഹെഡിങ് ഇവിടെ എന്താ? ലൊക്കേഷൻ, റൂറൽ, അർബൻ. ഇതാണ് ക്യാപ്ഷൻ. ഇനി ഇതെന്താ? റോ. ഇതാണ് റോ ഹെഡിങ് ആണ് നമ്മൾ സ്റ്റബ് എന്ന് പറയും, STUB. കോളം ഹെഡിങ്, താഴോട്ടുള്ള ഈ ഹെഡിങ് റൂറൽ അർബൻ എന്നുള്ളത് ക്യാപ്ഷൻ. ഈ റോ ഹെഡിങ്, അതായത് റോ ഹെഡിങ് എന്താ? ഇവിടെ റൂറൽ, ഇത് റൂറൽ മെയിൽ ഫീമെയിൽ ടോട്ടലി, അർബൻ മെയിൽ ഫീമെയിൽ. ഈ റൂറൽ അർബൻ എന്നുള്ള ടൈറ്റിലാണ് റോ ഹെഡിങ്. ഇതിന് പറയുന്ന പേരാണ് സ്റ്റബ്, STUB. ആൻഡ് ദിസ് ഈസ് കോളം ഹെഡിങ്. താഴോട്ട് അത് ലൊക്കേഷൻ, ജെൻഡർ, വർക്കേഴ്സ് ആൻഡ് ദെൻ നോൺ വർക്കേഴ്സ്. ഇതെല്ലാം കോളം ഹെഡിങ്. വർക്കേഴ്സ്, നോൺ വർക്കേഴ്സ്, ജെൻഡർ, ലൊക്കേഷൻ, ഇതെല്ലാം കോളം ഹെഡിങ് ആണ്. ഈ കോളം ഹെഡിങ്ങിന് എക്സാമിന് എപ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കുക. കോളം ഹെഡിങ്ങിന് പറയുന്ന പേരാണ് ക്യാപ്ഷൻസ് ആൻഡ് റോ ഹെഡിങ്ങിന് പറയുന്ന പേരാണ് സ്റ്റബ്, STUB. അത് ബൈ ഹാർട്ട് പഠിച്ചേക്കണേ. റോ ഹെഡിങ് ആൻഡ് കോളം ഹെഡിങ്, ക്യാപ്ഷൻസ് ആൻഡ് സ്റ്റബ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, captions or column heading. At the top of each column, a column heading is given to explain figures in column. This is called captions or column heading. Under each column heading there may be subheading. ഒരു കോളം ഹെഡിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ സബ് ഹെഡിങ്ങും എല്ലാം ഉണ്ടാവുക. നിങ്ങൾ ഈ ഒരു ടേബിൾ വിശദമായി എടുത്ത് വെച്ച് നോക്കി മനസ്സിലാക്കും. എന്നിട്ട് അതിൽ ടൈറ്റിൽ ഏതാണ്, കോളം നമ്പർ, ടേബിൾ നമ്പർ ഏതാണ്, ക്യാപ്ഷൻ, കോളം ഹെഡിങ് ഏതാണ്, റോ ഹെഡിങ്, സ്റ്റെപ്പ് ഏതാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കി മാർക്ക് ചെയ്യണേ. ഇനി സ്റ്റെപ്പ് ഓർ റോ ഹെഡിങ്, ലൈക്ക് കോളം ഹെഡിങ്, ഈച്ച് റോ ഓഫ് ദ ടേബിൾ ഷുഡ് ബി ഗിവൺ എ ഹെഡിങ്. ദ ഹെഡിങ് ഗിവൺ ടു റോ ആർ ഓൾസോ കോൾഡ് സ്റ്റെബ്സ്. സ്റ്റംപ് ഓർത്താൽ മതി, ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പില്ലേ. അപ്പോൾ സ്റ്റെബ്, ഇത് STUB, സ്റ്റെബ്സ്. ഓർ സ്റ്റെപ്പ് ഐറ്റം ആൻഡ് ദ കംപ്ലീറ്റ് ലെഫ്റ്റ് കോളം ഈസ് നോൺ എ സ്റ്റെപ്പ് കോളം. സ്റ്റെബ്, ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഓർക്കണ്ടു. കോളം ഹെഡിങ് ആർ ക്യാപ്ഷൻ, റോ ഹെഡിങ് ആർ സ്റ്റെപ്സ്. അത് ഏതാന്ന് തൊട്ട് കാണിക്കാനും പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ബോഡി ഓഫ് ദ ടേബിൾ. ആ ടേബിളിൻ്റെ ഉള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ഡാറ്റ, അതാണ് ബോഡി ഓഫ് ദ ടേബിൾ എന്ന്. അതല്ലേ പ്രധാനം. ആ ബോഡി ഓഫ് ദ ടേബിളിനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ടൈറ്റിലും നമ്പറും ക്യാപ്ഷൻസും സ്റ്റെപ്സും ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അടുത്തതാണ് എന്താ, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഇപ്പോൾ നമ്മൾ കോക്കനട്ട് പ്രൊഡക്ഷനാണ് കൊടുത്തതെങ്കിൽ എന്തായിരിക്കും, ക്വിൻ്റൽ ആയിരിക്കും. അല്ലെ മനുഷ്യരുടെ എണ്ണാണെങ്കിൽ എണ്ണ ആയിരിക്കും, നമ്പർ ആയിരിക്കും. പാൽ ഉൽപ്പാദനം അല്ലെങ്കിൽ മഴ പെയ്തതൊക്കെ ആണെങ്കിലോ നമ്മളവിടെ സെൻറ്റിമീറ്റർ, ലിറ്റർ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കും. ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. അതെന്താണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കണം. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആളുകളുടെ എണ്ണ കൊടുക്കുന്നത്, നമ്മുടെ ഇത്രയും കോടി മനുഷ്യരുണ്ട്. അപ്പം നമ്മൾ ഈ കോളത്തിൽ ഓരോ പഞ്ചായത്തിൽ അല്ലെ ഓരോ ജില്ലയിലെ ആളുകൾ, ഇത്ര ലക്ഷം ആളുകൾ. അപ്പോൾ ഇവിടെ ലക്ഷം അത്രയും 5 പൂജ്യം ഇട്ടിട്ട് നമുക്ക് ഈ ടേബിളിൽ എഴുതാൻ പറ്റും. അപ്പോൾ ടേബിൾ വലിയതായി പോലും. അതിന് പകരം 10 ലക്ഷമാണെങ്കിൽ നമ്മൾ ഈ ടേബിളിൽ 10 എന്ന് മാത്രം കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്താ പറയുക, അതായത് 1 = 1 lakh. അപ്പോൾ 10 = 10 lakh, 10 ലക്ഷം. അങ്ങനെയുള്ള എന്താണ് ആ മെഷർമെൻറ്റ് കാണിക്കുന്നത്, എണ്ണമാണോ ലിറ്റർ ആണോ, അതെല്ലാം നമ്മൾ മെഷർ ചെയ്യണം. ഓക്കെ, അതെല്ലാം നമ്മൾ ഈ ടേബിളിൽ കാണിച്ചിരിക്കണം. നമ്മളൊരു ടേബിൾ നോക്കുമ്പോൾ അതെല്ലാം മനസ്സിലാവും. ഇതാ നമ്മൾ കാണാൻ പോകുന്ന ഈ ടേബിളിൽ എന്താ കൊടുത്തിരിക്കുന്നത്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് കോടി, ക്രോർ എന്ന് കൊടുത്തിട്ട് ഇവിടെ കോടിന്ന്. ഓക്കെ, എല്ലാം കൃത്യമായി നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ക്രോർ. ഓക്കെ, ആൻഡ് ദെൻ
unit of measurement of the figure in the table should be stated along with the title. If unit of measurement differs from rows and columns, this unit must be mentioned along with the steps and caption. ചിലപ്പോൾ റോയിലും കോളംസിലും ഒക്കെ നമ്മൾ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് വ്യത്യാസം, ഒന്നിൽ കോടിക്കണക്കിനാണ് കൊടുക്കുന്നത്, മറ്റേതിൽ നമ്പറാണ് കൊടുക്കുന്നത്, ജസ്റ്റ് അതെല്ലാം നമ്മൾ ആ ഹെഡിങ്ങിൻ്റെ കൂടെ എഴുതി വെക്കുക. സെൻറ്റിമീറ്റർ ആണോ, മീറ്റർ ആണോ, ലിറ്റർ ആണോ, എണ്ണാണോ, ആ എണ്ണം തന്നെ തൗസൻഡ്സിലാണോ കൊടുക്കുന്നത്, ഹൺഡ്രഡ്സിലാണോ കൊടുക്കുന്നത്, കോടിയിലാണോ കൊടുക്കുന്നത്, അതൊക്കെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് നമ്മുടെ ടൈറ്റിലിൻ്റെ ഹെഡിങ്ങിൻ്റെ അടുത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം. പിന്നെയോ സോഴ്സ് എന്ന ഉറവിടം, ഈ ഡാറ്റ എവിടുന്നാണ് കിട്ടിയത്, ആ ഡാറ്റ എവിടുന്നാണ് കിട്ടിയത് നമ്മൾ എപ്പോഴും സോഴ്സ് എപ്പോഴും ഈ ടേബിൾ കഴിഞ്ഞിട്ട് താഴെയാണ് നമ്മൾ സോഴ്സ് എഴുതുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ ടേബിൾ നമുക്ക് കിട്ടാതെ ഡാറ്റ എന്തെങ്കിലും ഉണ്ട്, അവിടെയൊക്കെ ചിലപ്പോൾ ഒരു മാർക്ക് ഇട്ട് വെക്കും. നമ്മൾ ചില ബുക്കിലൊക്കെ കാണില്ലേ, ചില സ്റ്റാർ ഇട്ട് വെച്ചിട്ട് ആ സ്റ്റാർ എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് താഴെ കൊടുക്കൂലേ, ഫുട് നോട്ട് എന്ന് പറയും അല്ലേ, നമ്മൾ ഏറ്റവും അടിയിൽ കൊടുക്കുക. അതും ഇവിടെ കൊടുക്കാവുന്നതാണ്, നോട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സോഴ്സ് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, ഉറവിടം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സോഴ്സ് ഇറ്റ് റെഫേഴ്സ് ടു ദ സോഴ്സ് ഫ്രം വേർ ദ ഇൻഫർമേഷൻ ഈസ് ടേക്കൺ, എവിടെ നിന്നാണ് നമുക്ക് ഈ ഡാറ്റ കിട്ടിയത്, എങ്ങനെയാണ് കളക്ട് ചെയ്തതെന്നൊക്കെ എഴുതാൻ വേണമെങ്കിൽ. ഇത് ഇപ്പോൾ നമ്മൾ ചില ടേബിളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ താഴെ കാണും CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ചില ടേബിളിൻ്റെ താഴെ കാണും NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, അവിടെ നിന്നാണ് ഈ ഡാറ്റ കിട്ടിയത്, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. It also helps in indicating the authority for data. If there are more than one source, all the sources should be written. ഒന്ന് രണ്ട് അടുത്ത് നമ്മൾ ഈ നമ്മൾ സാധാരണ അസൈൻമെൻ്റ് ഒക്കെ എഴുതി താഴെ റെഫറൻസ് എന്ന് എഴുതൂലേ, അതുപോലെയാണ് സോഴ്സ്. അത് നമ്മൾ ബിബ്ലിയോഗ്രാഫി എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ ലാസ്റ്റ് 9th ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പഠിച്ചപ്പോൾ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട് പഠിച്ചപ്പോൾ ബിബ്ലിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ റെഫറൻസ്, അത് തന്നെയാണ് ഈ സോഴ്സ്, ഉറവിടം എവിടെ നിന്ന് കിട്ടിയെന്നത്. ഓക്കെ, ഇനി നോട്ട്, നമുക്ക് ഈ ടേബിളിൽ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് എക്സ്പാൻഡ് ചെയ്ത് പറയണം. അതായത് ഞാൻ സ്റ്റാർ ഇട്ടിരിക്കുന്നത് ഇന്നാണ് സൂചിപ്പിക്കുന്നത്, ഞാൻ ഡബിൾ ബൺ ഇട്ടിരിക്കുന്നത് ഇന്നതാണ് സൂചിപ്പിക്കുന്നതൊക്കെ എഴുതണമെങ്കിൽ അതും ഈ ടേബിളിൻ്റെ താഴെയാണ് എഴുതുക. നിങ്ങൾ ഈ ടേബിൾ കുറേ നേരം നന്നായി നോക്കി മനസ്സിലാക്കി നിങ്ങൾ ക്യാപ്ഷൻസ്, സ്റ്റെപ്സ്, ടൈറ്റിൽ, നമുക്കറിയാം കണ്ടന്റ്, ടേബിൾ നമ്പർ, ടൈറ്റിൽ, ക്യാപ്ഷൻ, കോളം ഹെഡിങ്, സ്റ്റെപ്പ്, റോ ഹെഡിങ്, പിന്നെ ഇവിടെ ടൈറ്റിൽ കൊടുക്കുക ഇത് കണ്ടന്റ് ആണ്, പിന്നെ എന്താണ് ഇതിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഇത് ഇവിടെ കൊടുക്കും, ഇവിടെ നമ്മൾ സോഴ്സ് കൊടുക്കും, പിന്നെ എന്തെങ്കിലും നോട്ട് ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കും. അതൊക്കെ നമ്മളൊരു ടേബിൾ ജസ്റ്റ് നിങ്ങൾ വെറുതെ വരച്ച്, അല്ലെങ്കിൽ ഇനി എവിടെ ഒരു ടേബിൾ കണ്ടാലും ഇതിൻ്റെ നമ്പർ ഏതാണ്, ടൈറ്റിൽ ഏതാണ്, കോളം ഹെഡിങ് ഏതാണ്, റോ ഹെഡിങ് ഏതാണ്, ഇതിന് മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ സോഴ്സ്, ഉറവിടം. എല്ലാ ടേബിളിനും സോഴ്സ് ഉണ്ടാവണമെന്നില്ല. നമ്മളിപ്പോൾ ഉണ്ടാക്കി ജസ്റ്റ് ഒരു ഡാറ്റ ഉണ്ടാക്കി എഴുതി അതിന് സോഴ്സ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഓതൻറ്റിക്കായ സോഴ്സ് ആണെങ്കിൽ നമ്മളവിടെ എഴുതണ്ടോ, അല്ലാതെ നമ്മൾ വെറുതെ ഉണ്ടാക്കിയ ഡാറ്റയ്ക്കൊന്നും സോഴ്സ് എഴുതണ്ട. പിന്നെ നോട്ട്, ചിലപ്പോൾ ഫുട് നോട്ടൊന്നും എഴുതാനുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തേങ്ങ ഉൽപ്പാദനത്തെക്കുറിച്ചൊരു ഡാറ്റ ഉണ്ടാക്കി, നമുക്ക് ഫുട് നോട്ടൊന്നും എഴുതാനില്ല, ജസ്റ്റ് നമ്മൾ ഇയറും ഡാറ്റയും അവിടെ എഴുതി, പിന്നെ നോട്ട് ചെയ്യാനൊന്നുമില്ല. ടേബിൾ നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ടേബിൾ നോക്കിയാൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ താഴെ നോട്ട്സ് കൊടുക്കേണ്ടത്. അതിപ്പോൾ നോട്ട്സും സോഴ്സൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല, പക്ഷേ നമ്പർ, ടേബിൾ ടൈറ്റിൽ, കോളം ഹെഡിങ്, റോ ഹെഡിങ്, കണ്ടന്റ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, എന്നാലും ഒരു ടേബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാർട്സ് ഓഫ് എ ടേബിൾ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ. പാർട്സ് ഓഫ് എ ടേബിൾ എന്തൊക്കെയാണ്? ടേബിൾ നമ്പർ, ടൈറ്റിൽ, ഹെഡിങ് മാത്രം പഠിച്ചാൽ അതിനൊരു ഓരോ സെൻറ്റൻസ് കൊടുത്താൽ മതി. ടേബിൾ നമ്പർ, ടൈറ്റിൽ, ക്യാപ്ഷൻസ് ഓർ കോളം ഹെഡിങ്. കോളം ഹെഡിങ്ങിന് പറയുന്ന പേരാണ് ക്യാപ്ഷൻ. സ്റ്റെപ്സ് ഓർ റോ ഹെഡിങ്. പിന്നെ ബോഡി ഓഫ് ദി ടേബിൾ, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, സോഴ്സസ് ആൻഡ് നോട്ട്സ്. എത്രയുണ്ട് മൊത്തം? 8 പോയിന്റ്. ടേബിൾ നമ്പർ, ടൈറ്റിൽ, ക്യാപ്ഷൻസ് ഓർ കോളം ഹെഡിങ്, സ്റ്റെപ്സ് ഓർ റോ ഹെഡിങ്, ബോഡി ഓഫ് ദ ടേബിൾ, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, സോഴ്സസ് ആൻഡ് നോട്ട്സ്. ഇത് 8 പോയിന്റ്. ഇപ്പോൾ ബൈഹാർട്ടായിരിക്കണേ പാർട്സ് ഓഫ് എ ടേബിൾ. അപ്പോൾ നമ്മൾ ഇന്ന് അത്രയും പഠിച്ച പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ 3 വിധത്തിൽ പ്രസൻറ്റ് ചെയ്യുക. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് പ്രസൻറ്റേഷൻ, ഒരു വെർബൽ പ്രസൻറ്റേഷൻ, ഒരു ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ, മറ്റേത് ടാബുലർ പ്രസൻറ്റേഷൻ. അത് കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചത് തന്നെയാണ്. ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ അല്ലേ. ടെമ്പറൽ ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷനാണ് നമ്മളങ്ങനെ പറയുന്നത്. കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ്, പേര് മാറ്റി ഇവിടെ ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെയാണ് നമ്മൾ പഠിച്ച
ഈ പാർട്സ് ഓഫ് എ ടേബിളിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കോളംസ് ഉണ്ട്, റോസ് ഉണ്ട്, കോളം ഹെഡിങ് ഉണ്ട്, റോ ഹെഡിങ് ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് പോകുന്നത് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ അല്ലേ. ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ നമുക്ക് ജസ്റ്റ് തുടങ്ങി വെക്കുന്ന ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ഡയഗ്രംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റായി ഫോക്കസ് ഏരിയയിലുള്ള ഡയഗ്രാം മാത്രം കൂടുതൽ നമുക്ക് ഫോഴ്സ് ചെയ്ത് പഠിക്കാൻ അതേ വരുള്ളൂ. ഫോക്കസ് ഏരിയയിൽ നിന്ന് ആ ഫോക്കസ് ഏരിയ ഉള്ള നമുക്ക് എല്ലാ ചാപ്റ്ററും ഫോക്കസ് ഏരിയയിൽ ഇല്ലല്ലോ. ഫോക്കസ് ഏരിയ ഉള്ള ചാപ്റ്ററിന് ആ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ കണ്ടന്റേ വരുള്ളൂ. ഫോക്കസ് ഏരിയ ഇല്ലാത്ത ചാപ്റ്റർ ഉണ്ടല്ലോ, 9 ചാപ്റ്റർ 10 ചാപ്റ്റർ ഫോക്കസ് ഏരിയ അല്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതും വരാം. പക്ഷെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ ആ ചാപ്റ്ററിൽ ഏത് കണ്ടന്റാണോ അതേ എക്സാമിന് വരുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയെ മോർ ഭംഗിയായി ചിത്രത്തിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഡയഗ്രമാറ്റിക് നമുക്കറിയാം, ഒരു ചിത്രത്തിലൂടെ കാര്യം അവതരിപ്പിക്കുമ്പോൾ എളുപ്പം അട്രാക്റ്റീവ് ആയിരിക്കും, എളുപ്പം നമുക്ക് ശ്രദ്ധിക്കും. ഒരു കുറേ ടെസ്റ്റിൽ കുറേ പേജസ് സെൻറ്റൻസ് വായിക്കുന്ന അത്ര ബോറടി ഉണ്ടാവില്ല. ടേബിളിൽ നോക്കുന്ന അത്രയും സ്ട്രെയിൻ ഇല്ല. പിക്ചറാകുമ്പോൾ കളർഫുൾ പിക്ചറാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അട്രാക്ഷൻ തോന്നും അല്ലേ. അപ്പോൾ ആ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ തന്നെ നമുക്ക് വീണ്ടും വേരിയസ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് ഉണ്ട്. അതിൽ നമ്മൾ പറയും, അതൊന്നും ഓർത്ത് വെക്കണം. വേരിയസ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് 3 തരത്തിലാണ് നമ്മൾ ഈ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ നടത്തുക. ജിയോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം ആൻഡ് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. 3 ഓർക്കുക. 3 ടൈപ്സ് ഓഫ് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ: ജിയോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ഇതിൽ വേണ്ടത് മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ, ഫോക്കസ് ഏരിയയിലുള്ളത് മാത്രം. എന്തായാലും 3 ടൈപ്പ് ഓഫ് ഡയഗ്രാംസ് ആണുള്ള: ജിയോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. കാരണം നമ്മൾ ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ഒക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതിവിടെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് യൂസ് ചെയ്യണം. അപ്പോൾ ജിയോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം ആൻഡ് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. അത് ഫസ്റ്റ് വൺ ഏതാ? ജിയോമെട്രിക് ഡയഗ്രാം. ഈ ജിയോമെട്രിക് ഡയഗ്രാം തന്നെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം. ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈൻ വരയ്ക്കുന്നതാണ്. തിക്ക് ലൈനാണ് ബാർ എന്ന് പറയുന്നത്. സിംഗിൾ ലൈനിൽ തിക്ക് ലൈൻ. എന്താ ബാർ ഡയഗ്രാം ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, നമ്മളത് വരയ്ക്കും അടുത്ത ക്ലാസ്സിൽ. ഇനി പിന്നെയോ പൈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ചിത്രം കാണിച്ച്. പൈ എന്ന് പറഞ്ഞാൽ പശു അല്ല കേട്ടോ. ബാർ ഡയഗ്രാം തന്നെ പല വിധത്തിലുള്ള ബാർ ഡയഗ്രാം ഉണ്ട്, നമ്മൾ പഠിക്കും. പൈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാ ഒരു സർക്കുലറിൽ മാർക്ക് ചെയ്യും. സർക്കുലറിൽ പൈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്തായാലും ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ ഓർക്കുക. ജിയോമെട്രിക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം. ഇനിയോ ഈ ബാർ ഡയഗ്രാം തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം: സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആൻഡ് കോമ്പണന്റ് ബാർ ഡയഗ്രാം. പിന്നെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്: പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. ഇപ്പോൾ ജസ്റ്റ് പേര് ഓർക്കുക. ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷന് 3 എണ്ണം ഉണ്ട്: ജിയോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം ആൻഡ് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ജിയോമെട്രിക് ഡയഗ്രാം തന്നെ വീണ്ടും 2ആയി ക്ലാസിഫൈ ചെയ്യാം: ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം. ബാർ ഡയഗ്രത്തെ വീണ്ടും 3ആയി ക്ലാസിഫൈ: സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണന്റ് ബാർ ഡയഗ്രാം. വേണമെങ്കിൽ 4ാമതും ക്ലാസിഫൈ ചെയ്യുക: പെർസെൻറ്റേജ്. സിംപ്ലി ഓർക്കുക, ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ geometric diagram, frequency diagram, arithmetic line graph. Geometric diagram, bar diagram and pie diagram. Bar diagram, simple bar diagram, component bar diagram, multiple bar diagram. വേണമെങ്കിൽ പെർസെൻറ്റേജ് 4 വാക്ക് ഇവിടെ 3 പറയുന്നുള്ളൂ: സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് കോമ്പണന്റ്. ഈ പാർട്സ് ഓർക്കണം കേട്ടോ. ഡയഗ്രമാറ്റിക്, ജിയോമെട്രിക്, ഫ്രീക്വൻസി ആൻഡ് അരിത്മെറ്റിക് ലൈൻ. ജിയോമെട്രിക് ഡയഗ്രത്തിലാണ് ബാർ ഡയഗ്രവും പൈ ഡയഗ്രവും വരുന്നത്. ബാർ ഡയഗ്രത്തിലാണ് സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് കോമ്പണന്റ്. പൈ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഫ്രീക്വൻസി ഡയഗ്രം എടുത്തത് വരുമ്പോൾ അവിടെയും കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇത് കൂടുതൽ നമ്മൾ ഇനി കുറച്ച് നമുക്കിനി വേണമെങ്കിൽ ഒരു 2-3 ക്ലാസ് കൊണ്ട് തീർക്കാം. പക്ഷെ നമ്മൾ നല്ല തീർക്കുന്നുള്ളൂ. നമ്മുടെ സ്കൂൾ ഓപ്പണിങ്ങിനെ കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടട്ടെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഓർക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഈ ടേബിളും പാർട്സ് ഓഫ് എ ടേബിളും ഗ്രാഫിൻ്റെ ഡയഗ്രത്തിൻ്റെ പാർട്സൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ന് പഠിച്ചിട്ട് മാത്രമേ അടുത്ത ദിവസത്തേക്ക് പോകാവൂ. ഇത് വേറൊരു ദിവസത്തേക്ക് കൊണ്ടുപോകരുത്. ഓക്കെ, ബൈ.